guys, welcome back to my YouTube channel Nainanda Vlogs. Ready? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നൈനന്ദ വ്ളോഗ്സ്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റിട്ട് നേരെ പോകുന്നത് വൈക്കത്തെ അമ്പലത്തിലേക്ക്. അവിടെ ഉത്സവം നടക്കണമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകില്ലേ? രാവിലെ ഒരു 7-7:15 എപ്പോഴും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന ഇവനെ ഞാൻ കുത്തിപ്പൊഴുക്കി എണീപ്പിച്ചേട്ടാ ഒന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കിത്താന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകേണ്ടി വരും. അങ്ങനെ ഇവൻ എന്നെ അമ്മേനെ നേരെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. അങ്ങനെ ഇവൻ നമ്മളെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് ഇവൻ നേരെ തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ അവിടെ നമ്മളൊരു ഓട്ടോയും പിടിച്ച് നമ്മൾ നേരെ ഹബ്ബിട്ട് പോയി ബസ് കയറാനായിട്ട്. നമ്മൾ ഹബ്ബിലെത്തിയ സമയത്ത് അവിടെ വൈക്കം ബസ് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് കയറിയില്ല, കാരണം ഒട്ടും സീറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നിന്ന് അവിടം വരെ നിൽക്കണം എന്ന് വെച്ചാൽ അത് നടക്കണ കാര്യമില്ല, നമ്മൾ ക്ഷീണിച്ച് ഊപ്പാടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ബസ് വരുമ്പോൾ പോവാന്നും പറഞ്ഞ് ഞങ്ങളത് അവിടെ കാത്തിരുന്ന് ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോഴേക്കും അടുത്ത ബസ് വന്ന് ഞങ്ങൾ നേരെ ഓടിച്ചടിക്കരുത്. അപ്പം ഞാനും അമ്മയും മാത്രമല്ല, ഞാനും അമ്മയും ഓനാമ്മയും കൂടി അടങ്ങാൻ പോകുന്നത്. ഓനാമത് എൻ്റെ നേരെ ബാക്കിൽ ഇരിപ്പുണ്ട്. ബസ്സിലാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഹബ്ബിൽ നിന്ന് കയറുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടുകയും ചെയ്ത്. ബസ്സിലുണ്ടായ പകുതി മുക്കാൽ പേര് അമ്പലത്തിയിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എന്തായാലും സീറ്റ് കിട്ടില്ല, നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ പിന്നെ ബസ്സിൽ കയറാണ് അവിടെ തന്നെ നിന്നേച്ചത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാറ്റും കൊണ്ട് ഞാൻ നേരെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് എനിക്ക് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തുകയും ചെയ്തു. നമ്മൾ ഇപ്രാവശ്യം യാത്ര വളരെ സുഖമായിരുന്നു, കാരണം ഇപ്രാവശ്യം ബസ് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ കൊണ്ടു നിർത്തിയതെന്ന്. ഇതിന് മുമ്പത്തെ പ്രശ്നം വന്നപ്പോൾ എന്തായിരുന്നു, നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കുറേ നടക്കേണ്ടത് അമ്പലത്തിൽ, കൊള്ള വെയിൽ മുഴുവൻ കൊണ്ടുവന്ന് നടന്നു വന്നത്. നമ്മളങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലെത്തി. ആ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. നമ്മൾ എത്തിയ സമയത്താണെങ്കിൽ ദേ അമ്പലത്തിന് പുറത്ത് ഉത്സവം നടക്കാൻ വേണ്ടി പോണായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് കാണിയിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ അകത്തേട്ട് തൊഴാൻ വേണ്ടി കയറി. അകത്ത് തൊഴാനാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞാനാണെങ്കിൽ ഇതിന് മുമ്പ് ഇങ്ങനെ തിരക്കി പെട്ടുപോയിട്ടില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കരമായിട്ട് രീതിയിൽ ഉന്തും തള്ളൊക്കെ. നമ്മൾ നടന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല അകത്തേട്ട്, കാരണം ബാക്കിൽ നിന്ന് അമ്മാതിരി ഉന്തൊക്കെ ആയിരുന്നു. മുടിയൊക്കെ ഞാൻ അവിടെ നിന്നും വലിച്ചെടുക്കണയൊക്കെ ആയിരുന്നു. തിരക്ക് ഒരുപാട് പുറത്തുണ്ടായെങ്കിൽ പോലും നമുക്ക് അകത്ത് കയറിയിട്ട് ഭഗവാനെ മനസ്സ് കറിഞ്ഞ് തൊഴാനൊക്കെ പറ്റിയിട്ടോ. പിന്നെ അമ്പലത്തിൽ വന്നത് ഇതേപോലെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നമ്മൾ തിരിച്ചു പോകുന്ന രക്ഷയില്ലല്ലോ. തൊഴുതിറങ്ങി പുറത്തു നിന്ന് ഒരു വട്ടം ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് നോക്കുമ്പോഴാണ് ഇവിടെ അന്നദാനത്തിന്റെ ക്യൂ കണ്ടത്. വർഷത്തിൽ 365 ദിവസം അന്നദാനമുള്ള ക്ഷേത്രമാണ് നമ്മുടെ വൈക്കത്തമ്പലം. ഈ കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഞാനിത് അറിയണത് അമ്പലത്തിൽ ക്യൂ നിൽക്കുമ്പോഴാണ് അമ്മ എന്നോട് പറയണത് ഇവിടെ അങ്ങനെയെന്ന്. പക്ഷെ അന്നദാനം നിൽക്കാൻ നമ്മൾ ക്യൂ നിന്നെങ്കിലും പക്ഷെ നമ്മൾ കഴിക്കാൻ വേണ്ടി നില, കാരണം അത് തുടങ്ങുന്ന സമയം എന്തോ വൈകിയായിരുന്നു. നമ്മളാണെങ്കിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് 9:30 9:45 അത്രയൊന്നും ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് നേരം നിൽക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ശരിക്കും ഇത്രയും വെയിൽ പുറത്തുണ്ടെന്ന്. കാരണം അമ്മാതിരി വെയിലായി പോയി. ഇത്രയൊക്കെ വെയിലുണ്ടായാലും അമ്പലത്തിൽ വന്ന കടയൊന്നും കാണാണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാര്യം ഇല്ലല്ലോ. കുറച്ച് വെയിലല്ലേ, അത് നമുക്കങ്ങ് കൊള്ളാന്നേ. ഒരു ദിവസത്തെ കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും ഓനാമ്മയും കൂടെ നേരെ ഓരോ കടയും കാണാൻ വേണ്ടി ഇറങ്ങി. പിന്നെ കമ്മലിന്റെ കട കണ്ടാൽ പിന്നെ നമ്മൾ ഇങ്ങനെയല്ല, കുറച്ച് നേരം അതിന് മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കും. വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഇവിടെ ഐസ്ക്രീം കഴിച്ചിട്ടിരുന്നപ്പോഴാണ് നമ്മൾ കുറച്ച് പേര് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു വന്നതല്ല, പക്ഷെ ഞങ്ങൾ അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു. തലേ ദിവസം രാത്രി അമ്മയും ജയന്തിയമ്മയും കൂടി ഫോൺ ചെയ്തപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണേ ആ നാളെ അമ്പലത്തിൽ പോകുന്ന കാര്യം. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വരുന്ന സമയം രണ്ടും വ്യത്യസ്തമായിരുന്നു. ഞങ്ങൾ രാവിലെ വീട്ടിൽ റെഡി ആയിക്കൊണ്ടുന്ന സമയത്ത് ഏകദാണ്ട് ഒരു 6:30 6:45 ആയപ്പോഴാണ് പൊന്നു ചേച്ചി വിളിക്കുന്നത്. എടി എവിടെ അമ്പലത്തിൽ എത്തിയാന്നും ചോദിച്ചു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇവരൊക്കെ അമ്പലത്തിൽ വന്നിട്ട് പോയിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ജയന്തിയമ്മയും പൊന്നു ചേച്ചി വെല്ലിച്ചിനും അനീഷനൊക്കെ രാവിലെ വന്നത് അവിടെ നിന്ന്. പക്ഷെ ഞങ്ങൾ വരുന്നതുകൊണ്ട് ഇവർ പോവാണ്ട് അവിടെ നിൽക്കണമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഓരോ കടയും കയറി ഇറങ്ങി നോക്കുന്നു. അതിൻ്റെ ഞങ്ങൾ ബജ്ജിയൊക്കെ വാങ്ങിച്ചത്, ഐസ്ക്രീമും ബജ്ജിയൊക്കെ വാങ്ങിച്ചത്. ഐസ്ക്രീം ഞാനും കഴിച്ചു. ഓനാമ ഐസ്ക്രീം കഴിക്കുന്ന ഓനാമക്ക് ഞങ്ങൾ ബജ്ജി വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഈ സാധനം, ഈ പോക്കണ സാധനം അമ്മ വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ പറഞ്ഞിട്ട് നമുക്ക് ഈ സാധനം
സാധനം വാങ്ങിക്കണമെന്ന്. പക്ഷെ അമ്മ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ ഉദ്ദേശിച്ചത് പൊക്കത്ത് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സംഭവം, അങ്ങനെ എന്താണ് അമ്മ ഉദ്ദേശിച്ചത്. അമ്മ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് അമ്മ നേരെ വാങ്ങിക്കാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും വെയിലായിരുന്നു. ഞാൻ കുറച്ചൊരു ഷോളൊക്കെ ഇട്ട് ഇങ്ങനെ പ്രഹസനം കാണിക്കണമായിരുന്നു. പിന്നെ ഈ കിളിക്കൂട് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഓനാമ്മക്ക് ഭയങ്കര ആഗ്രഹം ഇത് വീണ്ടും ഫ്രണ്ടിൽ വെക്കണമെന്ന്. ഓനാമ്മ അങ്ങനെയുണ്ട്, കുഞ്ഞു പിള്ളേരുടെ മനസ്സാണ് ഗൈസ് ഓനാമ്മക്ക്. ഇങ്ങനത്തെ കളിപ്പാട്ടമൊക്കെ കാണുമ്പോൾ ഓനാമ്മക്ക് ഭയങ്കര ആഗ്രഹം അതൊക്കെ വാങ്ങിക്കണമെന്ന്. അങ്ങനെ എല്ലാ കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുക. അപ്പോൾ നമ്മൾ പൊന്നു ചേച്ചിക്ക് അനീഷേനും ടാറ്റ ബൈ ബൈ എല്ലാം കൊടുത്തിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരുന്നു. പൊന്നു ചേച്ചി അനീഷേനും സ്കൂട്ടറിനോട് നമ്മൾ നേരെ അവർക്ക് ടാറ്റ ബൈ ബൈ എല്ലാം കൊടുത്തിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുക ബസ് കയറാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം വന്നിരിക്കുന്ന അപ്പം തന്നെ ബസ് വന്ന് നമ്മൾ നേരെ ഓടിച്ചാടി ബസ്സിൽ കയറി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക.